നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അക്കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അത് നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനാക്കുകയും ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും അധികം ക്ഷമിക്കുകയും മൗനം പാലിക്കുകയും ചെയ്തവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും മധുരമുള്ള നിമിഷങ്ങൾ. ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയവും പരിശ്രമവും പാഴാക്കാതിരിക്കുക. പുറമേക്ക് കാണാൻ ഭംഗിയുള്ളതിൻ്റെയെല്ലാം അകവും ഭംഗിയുണ്ടാകണം എന്ന് ആഗ്രഹിക്കാം, പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒരു മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് പുഞ്ചിരിയോടെ എല്ലാം നേരിടുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന 100 ശരികൾ കാണാത്തവർ പോലും നിങ്ങളുടെ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏറ്റവും നന്നായി ചിരിപ്പിക്കാൻ കഴിയുന്നവൻ ഏറ്റവും സന്തോഷവാനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബുദ്ധിയുള്ള ആളുകൾ ലഭിക്കാൻ പോകുന്ന ഫലങ്ങളേക്കാൾ ആദ്യം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരാണ്. ഒരു ആവേശത്തിൽ നഷ്ടപ്പെടുത്തിയതെല്ലാം അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പിടിക്കണമെന്ന് എത്ര ആഗ്രഹിച്ചാലും എപ്പോഴും അത് സാധ്യമാകണമെന്നില്ല. ഏതൊരു കാര്യവും കഴിയില്ല എന്ന് വിധി എഴുതുന്നതിന് മുൻപ് കഴിയുമോ എന്ന് ഒരു ശ്രമം നടത്തി നോക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും പരസ്പരം യോജിപ്പുണ്ടായിരിക്കുമ്പോഴാണ് ഏതൊരു കാര്യവും വിജയത്തിൽ എത്തുക. അസൂയ എന്നത് എല്ലായ്പ്പോഴും നാം അസൂയപ്പെടുന്നവരുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ നീണ്ടുനിൽക്കും. നിങ്ങൾക്ക് ഒരാളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് മതിപ്പ് കൂടി വരും. എന്നാൽ സ്നേഹം അഭിനയമാണെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് കൂടി വരും. നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മൾ സ്നേഹിച്ചതും എന്നും നമുക്ക് സ്വന്തമായിരിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളിൽ ഒന്നാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്നും അകലാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഒന്നുകിൽ ആത്മാർത്ഥ സ്നേഹമോ അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനോ ആകാം. നിങ്ങളുടെ മനസ്സ് കാണാൻ ഒരാൾ തയ്യാറുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് കാണാൻ നിങ്ങളും തയ്യാറാകണം. ഏറ്റവും വേഗത്തിൽ സംസാരിക്കുന്നുണ്ടെന്ന് കരുതി ഒരാൾ പണ്ഡിതൻ ആകണമെന്നില്ല. സ്നേഹത്തിന് പങ്കിടൽ അത്യാവശ്യമാണ്.